എങ്ങനെയാണ് ഇത്ര ഹൃദ്യമായി പെരുമാറാൻ സാധിക്കുന്നത്? തലവേദനയാണെങ്കിൽ എന്തിനാ പോണേ ക്ലാസ്സിന്? ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്താൽ ആര് പഠിപ്പിക്കും? അല്ല പഠിപ്പിക്കണ്ട. അപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമോ കറക്റ്റായിട്ട്? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. സാധാരണയിൽ നിന്നും അസാധാരണമായിട്ട് എന്നുള്ള ആ ബിഗ് സ്ക്രീൻ സങ്കല്പം വീടിൻ്റെ ഉള്ളിൽ വന്നിട്ടേ ഇല്ല. ഒരു അവാർഡ് ഫംഗ്ഷന് കണ്ടപ്പോൾ ലളിതാൻറ്റി പരിചയപ്പെടുത്തി തന്നപ്പോൾ സാറ് അപ്പം തന്നെ പറയുകയാണ് ചെയ്തത്, നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ഛനും അമ്മയൊക്കെ ശരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഇനി കാത്തിരിക്കാം. അതിൻ്റെ അവസാനം ഒരു ക്ലൈമാക്സിൽ ഒരു ലെറ്റർ വരും മുരളി അങ്കിളിൻ്റെ ജയറാമേട്ടന്. അപ്പോൾ എന്നിട്ട് അത് ലെറ്റർ ജയറാമേട്ടൻ വായിക്കുന്നതാണ്, പക്ഷേ ഉറക്കെയല്ല വായിക്കുന്നത്, അത് ഡബ് ചെയ്യേണ്ടതാണ്. എന്നിട്ടത് അതിൻ്റെ റിയാക്ഷൻ. അപ്പം അതിന് എനിക്ക് ഓർമ്മയുണ്ട്, മുരളി അങ്കിളിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മുരളി അങ്കിളിൻ്റെ ശബ്ദത്തിലാണ് ഈ ഓഡിയൻസ് കേൾക്കുക. അപ്പം അദ്ദേഹം വായിച്ചു കൊടുത്തിട്ടാണ് ആ ഷോട്ട് എടുത്തത്. ഇത് ചെയ്തപ്പോൾ ശരിക്കും അടി കൂടിയോ? അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ അടി കൂടാണ്ട് പറ്റില്ലല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞു വെറുതെ. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 20 വർഷങ്ങൾക്കിപ്പുറവും നമ്മളൊരു നായികയെ കാണാനും കേൾക്കാനും ഒക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്തു വെച്ച നല്ല കഥാപാത്രങ്ങൾ അത്രമേൽ ആഴത്തിലുള്ളതായിരിക്കും. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് മലയാളിയുടെ പ്രിയ നായിക ദിവ്യ ഉണ്ണിയാണ്. സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷമാണ് ദിവ്യ അല്ലേ? എനിക്ക് 1 വർഷമായി നമ്മൾ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചിട്ട്. എനിക്ക് എപ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ചോദിക്കണം തോന്നിയ ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്ര ഹൃദ്യമായി പെരുമാറാൻ സാധിക്കുന്നത്? അയ്യോ താങ്ക് യു. അങ്ങനെയില്ല, നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അത് അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. അതായത് സാധാരണയിൽ നിന്നും അസാധാരണമായിട്ട് എന്നുള്ള ആ ബിഗ് സ്ക്രീൻ സങ്കല്പം വീടിൻ്റെ ഉള്ളിൽ വന്നിട്ടേ ഇല്ല, കയറി വരാൻ സമ്മതിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ട്രെയിനിങ് ആണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ ഉള്ളൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ദിവ്യ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിറയെ ക്യാമറകൾ കണ്ട് പകച്ചു പോയൊരു ദിവ്യയാണ് റീൽസിലൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സാധാ ചുരിദാർ കെട്ടിട്ട് നമ്മുടെ നാടൻ പെൺകുട്ടി, പ്രത്യേകിച്ചും ഇത്രയും കൾച്ചറൽ ഡിഫറൻസ് ഉള്ളവരിടത്ത് താമസിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് സാധിക്കുക? അത് ആ രാജ്യത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടിയാണ്. ആ രാജ്യത്ത് എല്ലാവരും ഇപ്പം നമ്മൾക്ക് പട്ടുസാരി എത്രത്തോളം ഗ്രാൻഡാണോ അല്ലെങ്കിൽ ചുരിദാർ എത്രത്തോളം കാഷ്വൽ ആണോ അതുപോലെ തന്നെയാണ് അവിടെയുള്ളവർക്കും ഓരോരോ ക്ലോത്ത്സും. പിന്നെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇമാജിനേഷനാണ്. അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ നമുക്കത് സ്റ്റൈലായിട്ടൊക്കെ തോന്നണതാണ് വേഷവിധാനാണെങ്കിൽ. ആക്ച്വലി അവിടെ നമ്മളുടെ ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ഫാമിലിക്ക് തന്നെ, ഒരു ഫാമിലി യൂണിറ്റിന് തന്നെ പുറത്തുനിന്ന് ഒരുപാട് ഹെൽപ്പ് കിട്ടാൻ ഇവിടെ എളുപ്പമാണ്. അമേരിക്കയിലൊക്കെ നമ്മള് തന്നെയാണ്. അതെ, നമ്മളിപ്പോ സംസാരിച്ചപ്പോ ദിവ്യ പറയായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ ടിഫിൻ പാക്ക് ചെയ്യുന്നതോട്ട് എല്ലാ കാര്യങ്ങളും നമ്മള്, അതായത് ഈവൻ ഒരു സർവീസ് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും അതൊരു ഇപ്പൊ അത് ഒരു ട്രാഷ് പിക്കപ്പ് ആയിരിക്കാം, എന്താണെങ്കിലും അത് അതിന്റെ ഒരു രീതിയിൽ ഇപ്പൊ പരിചയം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇത്ര നാളായിട്ട് നമുക്കറിയാം ആ ബന്ധത്തിന്റെ അങ്ങനത്തെ ഒന്നുമേ ഇല്ലാത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അത്. റൂൾസ് ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു റൂൾസാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയാണ് കുറച്ചും കൂടെ ഹാർഡർ. അപ്പോൾ നമ്മൾക്ക് അതൊരു കോൺസെപ്റ്റ് ആണ്, അയ്യോ അമേരിക്കയിൽ ഭയങ്കര. പക്ഷെ ഇപ്പോൾ അവിടെ ജീവിക്കുമ്പോഴും ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുന്നേ ഐശ്വര്യക്കുട്ടീനെ ഇവിടെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ രണ്ടായിട്ട് മുടിയൊക്കെ പിന്നീട് അവൾ ഭയങ്കര നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു. അത് ഉറപ്പായിട്ട് ദിവ്യ എന്ന അമ്മയ്ക്ക് തന്നെയാണ്. കാരണം പുറത്തു നിന്ന് വന്നൊരു കുഞ്ഞ് ഇത്ര നമ്മളോടൊക്കെ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നു. അപ്പം എങ്ങനെയാണ് ദിവ്യ മക്കളെ വളർത്തിയെടുക്കുന്ന ആ ഒരു കാര്യത്തിൽ? മക്കളെ അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിലും അവരെ എക്സ്പോസ്ഡ് ആവുന്നത് നമ്മുടെ കൾച്ചറാണല്ലോ. കാരണം ഞാൻ എന്നും എൻ്റെ കർമ്മ മേഖല നമ്മുടെ കൾച്ചർ ഡാൻസിനോട് ചേർന്നാണ്. അപ്പോൾ അവിടെ ഓരോ കഥകൾ പറയുമ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ ഓരോരോ കൾച്ചറൽ സ്റ്റോറീസ് പറയുമ്പോൾ അതിന് എല്ലാത്തിനും ഒരു മോറൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കും. പിന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടും
ഞാൻ വിചാരിക്കുന്ന ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ട്. ഇപ്പോൾ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിവർത്തി ഉണ്ടെങ്കിൽ എത്രയായിട്ട് വയ്യെങ്കിലും ക്ലാസ്സുകൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്കൂളിലൊക്കെ ഇപ്പോൾ ഒരു ജലദോഷ പനി വന്നാലും ഞാൻ പറയും പോയിരിക്കാൻ പറ്റുമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കാണ്ട് അങ്ങനെ കണ്ടേജിയസ് അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ പോവും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. പക്ഷേ അവർ കാണാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും തലവേദനയാണോ, തലവേദനയാണെങ്കിൽ എന്തിനാ പോകണേ ക്ലാസ്സിന്? ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്താൽ ആര് പഠിപ്പിക്കും? അല്ല പഠിപ്പിക്കണ്ട. അപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമോ കറക്റ്റായിട്ട്? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അതെനിക്കും അറിയില്ല. അതാ ഞാൻ അപ്പൊ അങ്ങനത്തെയൊക്കെ കോൺവെർസേഷൻസ് രസകരമായിട്ടുള്ള ഉണ്ടാവാറുണ്ട് മക്കളുടെ കൂടെ. കാരണം ഇതിപ്പോ ദിവ്യ വെറുതെ ഒരു പറയുന്നതല്ലാന്ന് എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഇന്നലെ സംസാരിക്കുമ്പോൾ ദിവ്യക്ക് രാത്രി 9:30 വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. കാരണം ദിവ്യ വേറൊരു ഒരു ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പം ആ 9:30 കഴിഞ്ഞിട്ട് വെളുപ്പിനെ 3 മണിക്ക് US ടൈമിൽ ആള് ഓൺലൈൻ ഇവിടെ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പൊ എനിക്കത് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ദിവ്യ, എന്തുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. എന്താണ് ഈ വേൾഡ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട്? അത് മൃദംഗനാഥം എന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ്. അത് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് മാഗസീൻ ആണ്. അപ്പൊ അവരുടെ ഒരു ലോഞ്ച് പോലത്തെ ഒരു ഇവന്റ് ആണ്. അതിന് 12,000 നർത്തകരെ നമ്മൾ അണിനിരക്കാണ്. ഒരുമിച്ച് ഒരേ വേദിയിൽ അവർ ഒരു ഗാനത്തിന് സെയിം കോറിയോഗ്രാഫിയിൽ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഇതിലേക്ക് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അവർക്കൊരു ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നു എന്നുള്ളത് എത്തിക്കാനായിട്ടൊരു അംബാസിഡർ പോലെ വേണമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാട്ട് കൈതപ്രം തിരുമേനി എഴുതുന്നുണ്ട്. ദീപാങ്കുരൻ സാറാണ് മ്യൂസിക്, അനൂപ് ജി, നമ്മുടെ അനൂപ് ശങ്കർ പാടുന്നത്. അപ്പൊ പിന്നീട് ചോദിച്ചു വന്നാൽ അത് കോറിയോഗ്രാഫിയും കൂടെ ചെയ്ത് അതിൽ പങ്കെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ തൂലികയെന്നൊക്കെ വരുന്ന പാട്ടിന് കോറിയോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞ കൈതപ്രം തിരുമേനിയുടെ ഒക്കെ അതൊരു ഭാഗ്യമാണല്ലോ, ഉറപ്പായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ അത് ഞാൻ കോറിയോഗ്രാഫി ചെയ്യുന്നു. പിന്നെ നമ്മളത് രജിസ്റ്റർ ചെയ്ത് എല്ലാവരിലേക്കും ആ വീഡിയോ. പക്ഷെ നമ്മളിത് ഗുരുക്കന്മാര് വഴി തന്നെയാണ്. ഇപ്പൊ ഇവർക്ക് വീഡിയോ കിട്ടുന്നുണ്ടെങ്കിലും അവരൊരു ഗുരുവിന്റെ കീഴിലാണ് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വയം നമുക്ക് വരാൻ പറ്റില്ല, ഇല്ല, ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ പറ്റില്ല. നമ്മൾ ആ വെബ്സൈറ്റിൽ പോയ ഒരു 300-400ഓളം നൃത്ത ഗുരുക്കന്മാരെ അതിലുണ്ട്. അപ്പൊ അവരുടെ കീഴിലാണ് ഓരോ കുട്ടി. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു ഗുരു ശിഷ്യൻ ബന്ധത്തിലാണ് ഈ ഒരു ഐറ്റം അവര് പഠിച്ചെടുക്കുക. ഇപ്പൊ നോർമൽ ഒരുപാട് കൊറിയോഗ്രാഫി ദിവ്യക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡിന് വേണ്ടി നമ്മൾ ഒരുപാട് നാളത്തെ അധ്വാനം അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഇത് ദിവ്യയിലേക്ക് വരുമ്പോ എന്തായിരുന്നു തോന്നിയത്? എനിക്കതൊന്ന് എന്താ പറയാ മനസ്സിരുത്തി അത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച്. ഞാൻ പറഞ്ഞു 12,000 ഡാൻസേഴ്സ്, അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരെങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ ഓരോ പടിപടിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് എനിക്കും ആ ഒരു ആശയം മനസ്സിലാവുകയും പിന്നെ അതിന്റെ അത് കുറെ റൂൾസ് ഉണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേഷവിധാനം, അത് കല്യാൺ സിൽക്സ് ആണ്. അവരതിന് വേണ്ടിയിട്ടൊരു സാരി നെയ്തിട്ടുണ്ട്, ഈ മൃദംഗനാഥത്തിന്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതാണ് എല്ലാ ഡാൻസേഴ്സും അണിയുന്നത്. അങ്ങനെ ഒരുപാട് എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിരുന്നു. ഇനിയിപ്പോ ഒരു മാസമുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 20-21 വർഷങ്ങളായി മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ ഓരോ വരവിലും മലയാളികൾ ഇപ്പോഴും ദിവ്യാവണ്ടി നായിക തന്നെയാണ്. എങ്ങനെയാണ് ദിവ്യ ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങളായിരിക്കും അതിന് പിന്നിൽ? അറിയില്ല, അവരുടെ സ്നേഹമാണ്, ഒരുപാട് സ്നേഹമാണ്. അതെനിക്ക് അനുഭവം ഉണ്ട്. ഇപ്പോഴും മെസ്സേജസ് വഴിയും ഒരു പാട്ട് കണ്ടാലും ചിലപ്പോൾ സിനിമകൾ ചാനലിൽ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വീഡിയോ എടുത്ത് ഞങ്ങളിത് കാണുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്യാരക്ടേഴ്സിൻ്റെ ആയിരിക്കണം, പിന്നെ അത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചാനൽസിൻ്റെ ആയിരിക്കണം. അതെല്ലാം കൂടെയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ സ്നേഹമുണ്ട്. പിന്നെ തിരിച്ചവരിലേക്ക് ഇപ്പം സിനിമ വഴി അല്ലെങ്കിലും നൃത്തവേദികൾ വഴി എത്തുമ്പോൾ അവര് പിന്നെയും അത് ഓർക്കാനായിട്ട് ഇടയാവുന്നു. അതും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോടിങ്ങനെ ചോദിക്കും സിനിമകൾ കാണുന്നതുകൊണ്ട്. ഞാൻ പറയും അതെ, പക്ഷെ അവർക്ക് ആ സ്നേഹം അറിയിക്കാനായിട്ട് വീണ്ടും ഒരു പ്രസൻസ് കാണുന്നത് ചാനൽസ് വഴിയും പിന്നെ നൃത്തവേദികൾ വഴിയാണ്. അതെ,
ഇപ്പം അന്ന് കല്യാണ സൗഗന്ധികം എന്ന് പറയുമ്പോൾ ശരിക്കും ദിവ്യയ്ക്ക് 14 വയസ്സേ ഉള്ളൂ അല്ലേ? പക്ഷേ ഹൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്ല, മലയാളത്തിലേക്ക് ഒരു പുതിയ നായികയും കൂടെ എത്തുകയാണ്. ആ 14 വയസ്സിൽ അങ്ങനത്തെ ഇപ്പം എനിക്കൊന്ന് വർണ്ണപ്പകിട്ടും 15 വയസ്സിൽ തന്നെ ചെയ്യുന്ന ആ സെയിം അതേ വർഷം തന്നെ. അപ്പോൾ 14 വയസ്സിൽ വന്നിട്ട് വർണ്ണപ്പകിട്ടിലേക്ക് ഒരു നല്ല എന്താ പറയുക, കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അല്ലേ? നാൻസി എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു, കരയുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും ആ ഒരു ഏജിൽ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു ആ കഥാപാത്രം? ഇല്ല, അതൊക്കെ പറഞ്ഞു തന്നത് നമ്മൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ അവര് അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ അവർ ആക്ട് ചെയ്ത് കാണിച്ചെന്ന് ഞാൻ അങ്ങനെ കോപ്പി ചെയ്തോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പൊ ശശി സാറൊക്കെ പറഞ്ഞു തരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇനിയും വിഷമം വരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആ ഇമോഷന്റെ ലെവലിൽ പറഞ്ഞു തന്നിട്ട് ചെയ്ത, അല്ലാണ്ട് ക്യാരക്ടറിന്റെ ഇന്റൻസിറ്റി ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും അതെ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും ഇപ്പോൾ പല ഇൻ്റർവ്യൂവിലും ദിവ്യ പറയുന്നത് കേട്ടു, ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കുക എന്നുണ്ടായിട്ടില്ല. അതേസമയം ഇപ്പോഴത്തെ നായികമാരല്ല, എല്ലാ ആക്ടേഴ്സിനോട് തന്നെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തപ്പം പാർവതി ചേച്ചി, മാല പാർവതി ചേച്ചി പറയുന്നു, എത്രത്തോളം സ്ക്രിപ്റ്റ് വായിക്കുന്നോ അത്രത്തോളം അവരെ കഥാപാത്രവുമായിട്ട് ഇഴുകി ചേരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തന്നെ എടുക്കുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ അത് അങ്ങനെയേ അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം. അങ്ങനെയല്ലായിരുന്നു. നമ്മൾ അന്ന് സീൻ നമുക്ക് വായിക്കാൻ തരും. അത് പക്ഷെ അന്ന് രാവിലെ സീൻ വായിക്കാൻ തരും. അതല്ലാണ്ട് ഫുൾ ഇപ്പോൾ 1 ലൈനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇത് മുഴുവനാണ്, ഇത് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. അതെ, വർക്ക്ഷോപ്സ്. അതെ, ചില സിനിമകൾക്ക് മുൻപേ ഈ കഥാപാത്രങ്ങളെല്ലാം കൂടെ ഒരു വർക്ക്ഷോപ്പിലേക്ക്, പിന്നെ സ്ക്രിപ്റ്റ് റീഡിംഗ്, കോസ്റ്റ്യൂം ട്രയൽ, എന്താ ഫസ്റ്റ് ലുക്ക് ടെസ്റ്റോ, അങ്ങനെ ലുക്ക് ടെസ്റ്റ്, അങ്ങനത്തെ ഒന്നും ഒരു കാര്യങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടും നല്ലത് തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ വായിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എനിക്കും അനുഭവപ്പെടാറുണ്ട്. ഇപ്പം ഞാൻ സിനിമയല്ല എങ്കിലും ഒരു പുതിയ ഒരു കൊറിയോഗ്രാഫിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളത് ചെയ്ത് വെച്ചേക്കണ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോഴത്തെ ഗുണമൊക്കെ ശരിയാണ് വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും നമുക്കത് ഫീൽ ചെയ്യാത്തത് അത്രയും മികച്ച സംവിധായകർ. എനിക്ക് തോന്നുന്നു ദിവ്യ അഭിനയിച്ച എല്ലാ സിനിമയും എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. എനിക്കിപ്പോഴും ദിവ്യാവണി എന്ന് വരുമ്പോൾ ആ ചുരത്തിലെ പൂങ്കനവിൻ നാണയങ്ങൾ, അന്ന് നമ്മളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ പാട്ട് എന്ന് തോന്നുന്നില്ലേ ദിവ്യ? അപ്പം ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കും അല്ലേ നമ്മളെ അത് കഥാപാത്രം ചിന്തിക്കുകയേ വേണ്ട എന്ന് പ്രേരിപ്പിച്ചത് ആ സംവിധായകർ തന്നെ ആയിരിക്കില്ലേ? അതെ, സംവിധായകർ തന്നെയാണ്. കാരണം ആ പാട്ടൊക്കെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ഭയങ്കര കളർഫുൾ ആയിട്ടൊക്കെ, പക്ഷെ അതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കേർട്ട്, ബ്ലാക്ക് സ്കേർട്ട് പിന്നെ ഒരു വൈറ്റ് സ്കേർട്ട്, അത് രണ്ട് കോസ്റ്റ്യൂമിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കറക്റ്റായിട്ട് അത് സഞ്ചരിക്കേണ്ട റോഡുകൾ ഇവർക്കൊക്കെ ബൈ ഹാർട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവരങ്ങനെ നമ്മുടെ മുമ്പേ പോയി, നമ്മൾ പുറകെ പോയി എന്നുള്ളതാണ്. അതും ഭാരതൻ സാറിൻ്റെ സിനിമ ചുരം പോലെ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് അതിലെ കോസ്റ്റ്യൂംസ് ഒക്കെ കുറച്ചൊരു വിമർശനങ്ങളല്ലേ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ദിവ്യാവണി നമ്മൾ പറയുന്ന പോലെ വീട്ടിലെ കുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിവാദം പോലെയൊക്കെ വന്നിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് സിനിമ ഇറങ്ങിയപ്പോൾ ആ ക്രാഫ്റ്റ് അത്രമേൽ വലുതാണ്. ഭാരതൻ സാറിൻ്റെ ഒക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞല്ലേ. അപ്പം അന്ന് ദിവ്യ കോളേജിൽ പഠിക്കുന്ന സമയമാണ് ചുരം ഇറങ്ങുമ്പോൾ അല്ലേ, പ്രീ ഡിഗ്രി. അപ്പോൾ അന്നത്തെ അതിനെയൊക്കെ ദിവ്യ എടുത്തു. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കാര്യമേ അല്ല. അന്ന് അതെങ്ങനെ എടുത്തു ദിവ്യ? അന്ന് പക്ഷെ കോളേജിന്റെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മള് കോളേജിന്റെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു അതിന്റെ പേരിൽ ഒരു മിസ് ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് എൻഷുർഡ് ആണ്. കോളേജ് അത്ര സേഫ് സ്പേസ് ആയിരുന്നു. അതെ സെന്റ് തെരേസാസ്. പിന്നെ ഇന്നത്തെ പോലെ എന്താ പറയാ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ളൊരു ഇത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോ കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പക്ഷെ അതാദ്യം അങ്ങനെ എന്താ പറയാ അങ്ങനെ ഒരു ഫീലിംഗ് മാത്രമായിരുന്നു. അത് പിന്നീട് വന്ന് പടം കണ്ടപ്പോൾ അത് മാറി എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. സിദ്ധുവിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു അച്ഛൻ ഓരോ സിനിമകൾക്കും കഥാപാത്രങ്ങളെ വരയ്ക്കും. ഇപ്പോൾ വൈശാലിയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാബുവാൻ ചേട്ടനെ പോലത്തെ വരച്ചു വെച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞ ഒരു അവാർഡ് പോലെ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ചുരം എന്നൊരു സിനിമ ദിവ്യാവണിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ചുരം ഒരു അവാർഡ് ഫംഗ്ഷന് കണ്ടപ്പോൾ ലളിതാന്റി പരിചയപ്പെടുത്തി തന്നപ്പോൾ സാറ് അപ്പം തന്നെ പറയുകയാണ് ചെയ്തത്, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ഛനും അമ്മയൊക്കെ ശരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഇനി കാത്തിരിക്കാം എന്നല്ല. പക്ഷെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ചുരം ആരംഭിച്ചു.
അപ്പൊ അത് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ചുരം അതിൽ എഴുതിയിട്ടില്ലേ, മുള വെച്ചിട്ടാണ് തോന്നുന്നത് അല്ലേ? സാറിന്റെ ആർട്ട് വർക്കാണത്. ഓ അപ്പൊ ഓൾറെഡി അപ്പൊ ഞാൻ അതിന്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഫോട്ടോ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണേ. അത് മുള വെട്ടി അത് ഉണ്ടാക്കി അത് എഴുതി പെയിന്റ് അടിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത പോസ്റ്റർ ആയതാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത്. സോ ഇത് പടം തുടങ്ങുന്നതിന് മുമ്പിലത്തെ വർക്കാണ്. അപ്പോൾ അവരുടെയൊക്കെ തലയുടെ ഉള്ളിൽ നടക്കണത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും. അതുപോലെ ആ സിനിമയിലും ദിവ്യയുടെ കഥാപാത്രമാണേലും ആദ്യം പെൺകുട്ടിയാണ്, പിന്നെ ഭാര്യയാകുന്നു, അമ്മയാകുന്നു അല്ലെ, അങ്ങനെ അപ്പൊ ഫേസസ് ഉള്ള കഥാപാത്രമായിരുന്നു. അതെന്നും ഓർക്കുന്ന മായമ്മ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ എനിക്ക് അതുപോലെ തന്നെയാണ് ദിവ്യ ചെയ്തു വെച്ചാലും ശരിക്കും പ്രായത്തിനേക്കാൾ മുതിർന്ന കഥാപാത്രങ്ങളായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കഥ? പറഞ്ഞല്ലോ, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നില്ലെങ്കിൽ കൂടിയും അറിയാം നമുക്കിതാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഒരിക്കലും ആ സമയത്ത് താങ്കളൊരു അമ്മയാന്ന് പോയിട്ട് അല്ലെ ഭാര്യയാന്ന് പോലും ചിന്തിക്കാത്ത കാലഘട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഇത്രയും വലിയ വലിയ കഥാപാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചത് ദിവ്യ? ഇല്ല, അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങും അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഓരോന്നായിട്ട് ഡയറക്ഷൻ തരുമായിരുന്നു. പിന്നെ ഇവർക്കൊരു ഒരു എന്താ പറയാ, ഇവരുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിന് തന്നെ വേദ് ഗുളിയോ അങ്ങനെ വേദ് അതൊക്കെ അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ചൊരു മഞ്ഞൾ തേച്ചിട്ടുള്ള ഗ്ലൂ. സോ പകുതി തന്നെ നമ്മൾ തന്നെ നോക്കുമ്പോൾ നമ്മൾ മിററിൽ നമ്മളുടെ ആ ഒരു ഗെറ്റപ്പിൽ നമ്മളെ നോക്കുമ്പോൾ ഇതെന്തത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു, അപ്പൊ ആ പകുതിയും ആ ഒരു കോസ്റ്റ്യൂമിലും ഒരു ലുക്കിലും. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, മേക്കപ്പ് ഇല്ല അതില്. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, കോൾഡ് ക്രീം വാസ്ലിനൊക്കെ തേച്ച് ഒരു വലിയ കുങ്കുമം പൊട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അതും പിന്നെ ആ സെറ്റ് മുണ്ട് കൊടുക്കുന്ന രീതിയും അതുമൊക്കെ അദ്ദേഹത്തിന്റെ ഇൻപുട്സ് ആണ്. അതായത് കുറച്ച് ഇപ്പോ ആ വയറുള്ളത് കൊണ്ട് കുറച്ച് ഉടുക്കുമ്പോ പൊങ്ങി പോകും, ഈ താഴെ ഉള്ളത് കേറി നിൽക്കും, നിലം വരെ തൊടൂല നമ്മൾ ഈ പെർഫെക്റ്റ് ആയിട്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസിന്റെ കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലാണ്ട് നമ്മളുടെ ഒന്നല്ല. അതുപോലെ തന്നെയാണ് ലോഹിത സ്കൂൾ ഓഫ് ആക്ടിംഗ് എന്ന് പറയാമല്ലേ, കാരുണ്യം. എന്തൊരു സിനിമയാണ് ദിവ്യ. ഇപ്പോഴും അതൊക്കെ കാണുമ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് മുരളിച്ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല, മുരളിച്ചേട്ടൻ, ജയറാമേട്ടൻ, അങ്ങനത്തെ ഒരു വലിയ വലിയ സിനിമകളാണ്. ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ച് നോക്കിയാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ കഥയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലോ ഒന്നും മങ്ങുന്നില്ല എന്നുള്ളത്. എങ്ങനെയായിരുന്നു ലോഹി സാറിന്റെ കൂട്ടിലെ ഒരു എക്സ്പീരിയൻസ്? അത് നമ്മൾ ആ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ ഒരു വീടായിരുന്നു അത്, ലക്കടിയിലെ ഒരു വീട്. അവിടെ തന്നെയാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് അതായത് വേദന കടിച്ചമർത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അതായത് ഭയങ്കരമായിട്ട് തീരെ നിവൃത്തിയില്ലാത്തപ്പോഴാണ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ചേരാൻ വേണ്ടി ഇന്ന് കൊണ്ടുപോകും നാളെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ സാറ് പറഞ്ഞു അത് കത്തുകൾ, ഫോട്ടോ, ഇവർ ഈ ചെറുപ്പം തൊട്ടേ ഉള്ള ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട്സ് ആണ്. അപ്പോൾ ഫോട്ടോ കത്തിച്ച് കളയുക, അങ്ങനെ ലെറ്റേഴ്സ് എല്ലാം തിരിച്ചു കൊടുക്കുക, അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യണം, പക്ഷെ ചെയ്യണ്ട. അപ്പം അതിനാണിങ്ങനെ കടിച്ചു പിടിച്ച് പറയണ രീതിയിലുള്ള അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് സാർ തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ സാറിങ്ങനെ പറയും, അത് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കരച്ചിൽ വരും എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും അങ്ങനെയൊക്കെ വരുമോ കരച്ചിൽ? പക്ഷേ അത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തട്ടി അത് അറിയണം. അദ്ദേഹം ഇങ്ങനെ അത് ആലോചിച്ച് നോക്കുക, ഇവര് അത് ഞാൻ ഇപ്പം ദിവ്യ അല്ലെങ്കിൽ ഇന്ദു എന്ന് പോലും പറയില്ല, ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. സോ ഒരു തേർഡ് പേഴ്സൺ ഇതിൽ നിന്നാണ് പറയണത് തന്നെ. അത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ടേക്ക് പോവാമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ടേക്ക് ഓക്കെ എന്നും പറയൂ. നമ്മളങ്ങ് ആയി പോവുകയാണ് അല്ലേ? എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ കഥ പറച്ചിൽ രീതികൾ ഭയങ്കര. ഇപ്പം ദിവ്യൻ പറഞ്ഞു മൂന്നാമതൊരാളായിട്ട് പറഞ്ഞിട്ട് കൂടി അത്രയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലേ, പ്രത്യേകിച്ച് ഒന്നും തന്നെ. അതെനിക്കൊരു ഓർമ്മയുള്ളത്, ഞാൻ ആ സീനിലില്ല, പക്ഷേ അതിൻ്റെ അവസാനം ഒരു ക്ലൈമാക്സിൽ ഒരു ലെറ്റർ വരും മുരളി അങ്കിളിൻ്റെ, ജയറാമേട്ടന്. അപ്പോൾ എന്നിട്ട് അത് ലെറ്റർ ജയറാമേട്ടൻ വായിക്കുന്നതാണ്, പക്ഷേ ഉറക്കല്ല വായിക്കുന്നത്, അത് ഡബ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ. അപ്പം അതിന് എനിക്ക് ഓർമ്മയുണ്ട്, മുരളി അങ്കിളിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മുരളി അങ്കിളിൻ്റെ ശബ്ദത്തിലാണ് ഈ ഓഡിയൻസ് കേൾക്കുക. അപ്പം അദ്ദേഹം വായിച്ചു കൊടുത്തിട്ടാണ് ആ ഷോട്ട് എടുത്തത് ജയറാമേട്ടൻ്റെ റിയാക്ഷന് വേണ്ടിയിട്ട്. കാരണം അത് ഭയങ്കര ഇൻറ്റൻസ് ആണ്. അത് ഈ മകൻ എന്തോ
അച്ഛന്റെ മരണം ആഗ്രഹിച്ചു അങ്ങനത്തെ ആണല്ലോ. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി കിട്ടാൻ വേണ്ടി അത് എല്ലാവരും വളരെ ക്വയറ്റ് ആയിട്ട്, മുരളി അങ്കിളിന്റെ വോയിസ് ആണെങ്കിലും അത് വളരെ വളരെ കാമായിട്ട് വായിക്കാണ്. ഞാൻ ഇനി നീയാണിത് അങ്ങനെ ഒരു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സീൻസ് ചെയ്ത്. പിന്നെ രഹ്നയുടെ ക്യാരക്ടറും അതിലെ ഭയങ്കര നല്ലൊരു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ദിവ്യ മോഹൻലാൽ കോംബോ എന്ന് പറയുമ്പം ഉസ്താദിനേക്കാളും മുന്നേ എനിക്ക് ഓർമ്മ വരുന്നത് മാണിക്യക്കല്ലാൽ എന്നുള്ള പാട്ടാണ്. കാരണം ടെക്നോളജി ഒന്നും ഇത്രയും ഡെവലപ്പ് ആകാത്ത ആ കാലഘട്ടത്തിൽ അങ്ങനെ അതെങ്ങനെ ആ ഒരു ചിത്രീകരണ ഓർമ്മകൾ എങ്ങനെയാണ് ആ ഒരു പാട്ടിൻ്റെ? അത് കാരണം ഇങ്ങനെ വന്ന് നോക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അപ്പം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ആയിരിക്കും ഈ പാട്ട്? എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഡെഫിനറ്റ്ലി ലാലേട്ടന് അറിയണ്ടാവും. എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഹെക്റ്റിക്കാണ്. അതായത് ഷോർട്സ് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് എല്ലാം ഡബിൾ ആണല്ലോ. അതെ, ഇവര് നോക്കി കാണുന്നു, അവരിവരെ നോക്കി പാടുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഡ്രസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ആ ഡ്രസ്സിലേക്ക് പോകണം, പിന്നെ തിരിച്ച് അങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള കുറേ ഷോർട്സ് നിറഞ്ഞുള്ള ഒരു ഷൂട്ടാണ് എൻ്റെ ഓർമ്മ. പിന്നെ പാട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് എന്നുള്ളത് അല്ലേ. ഓ, സായി വിശേഷ് സാറിൻ്റെ എനിക്ക് ദിവ്യയുടെ ഓരോ സിനിമകൾ എടുക്കുമ്പോഴും എന്താ ദിവ്യ അല്ലേ, ഓരോ എല്ലാം മികച്ച സംവിധായകൻ. അതുപോലെ തന്നെയാണ് ഈ പ്രണയവർണ്ണങ്ങളുടെ സിബി സാറിൻ്റെ സിനിമയിൽ ശരിക്കും മായ ആ കഥാപാത്രം അത്രമേലൊരു സങ്കീർണമായി നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മ ദിവ്യ ഞങ്ങളൊക്കെ ഇങ്ങനെ പോണിറ്റയിലൊക്കെ അത് ഭയങ്കര ഫാഷൻ ആയിരുന്നല്ലോ. അടുത്ത ഡ്രസ്സുകളും എനിക്കൊന്ന് അത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദിവ്യ ഉണ്ണിയുടെ ഒരു ഇപ്പോഴത്തെ വാക്കിൽ പറഞ്ഞ മേക്ക് ഓവർ അല്ലേ. അപ്പം ആ ഒരു സങ്കീർണത ദിവ്യക്ക് മനസ്സിലായിരുന്നു സിനിമ തുടങ്ങുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ? ഇല്ല, അതൊരു നോട്ടി ക്യാരക്ടറാണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഈ ലുക്കിലായിരുന്നു ആദ്യമൊക്കെ ശ്രദ്ധ. അതായത് നമ്മളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഇപ്പൊ നമ്മളാണെങ്കിലും ഹാഫ് സാരിയിലൊക്കെ നമുക്കറിയാം എങ്ങനെയാണ്. മറ്റേ ഇപ്പൊ നമ്മളെല്ലാം ചിന്തിക്കണമല്ലോ, ജീൻസ് എന്ന് പറയുമ്പോൾ ചെരുപ്പ് തൊട്ട് ആക്സസറീസ് തൊട്ട് ഹെയർ സ്റ്റൈൽ തൊട്ട് എല്ലാം. അപ്പൊ അങ്ങനത്തെയൊക്കെ ചിന്തകളിലേക്കായിരുന്നു ഫോക്കസ് പോയത്. പിന്നെ ആ മിഡിൽ തൊട്ട് ടുവേർഡ്സ് ദി എൻഡ് വരെ ആ ക്യാരക്ടറിന്റെ കളർ മാറുമല്ലോ. അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒരു എന്താ പറയാ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, പേടി, ഞാൻ ആരെങ്കിലും ദ്രോഹിക്കും, ആ ഒരു ഇതിലേക്ക് പോകുമ്പോഴും പക്ഷെ നമ്മളപ്പോ കോസ്റ്റ്യൂമിലൊന്നും ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഈ ഒരു മാനറിസത്തിലും ഒക്കെ മാത്രമാണ്. അങ്ങനെ വ്യത്യസ്തമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു രണ്ടുപേര്, അതിലെ നായികമാർ രണ്ടുപേരും കലാതിലകങ്ങളായിരുന്നു അല്ലേ. അപ്പം ശരിക്കും ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രണ്ട് നായികമാർ. പലരും ഇങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള നായിക. അന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മഞ്ജേച്ചിയായിട്ട്? ഇല്ല, അങ്ങനെ എല്ലാവരും ചോദിക്കും ഇങ്ങനെ മത്സരം ഉണ്ടായിരുന്നോ. പിന്നെ അതിൽ ഞങ്ങൾ അടി കൂടുന്ന ഒരു സീനുണ്ട്. ഇത് ചെയ്ത ഹോസ്റ്റൽ റൂമിൽ ഇത് ചെയ്തപ്പോ ശരിക്കും അടി കൂടിയോ? അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ അടി കൂടാണ്ട് പറ്റില്ലല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞു, വെറുതെ അടി കൂടാ. അപ്പൊ ശരിക്കും അടി കൂടി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സീനിൽ അടി കൂടണ്ടേ, പിന്നെ അപ്പൊ അടി കൂടണ്ടേ, അങ്ങനെ. അതല്ലാണ്ട് അതൊക്കെ വെറുതെ ഇങ്ങനെ, അതൊക്കെ സ്ഥിരം അങ്ങനെ ചോദിക്കുമായിരുന്നു ആളുകള്. കാരണം അന്നൊക്കെ വെറുതെ ഗോസിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ, ഭയങ്കര മത്സരമാണ് രണ്ടുപേർ. കാരണം രണ്ടുപേരും നർത്തകരാണ്, ഒരേ കാലഘട്ടത്തിൽ വന്നവരാണെങ്കിൽ കൂടിയും അല്ലേ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും അന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ഈ ഒരു മഞ്ജേച്ചിയുടെ ഒരു തിരിച്ചുവരവിൽ ദിവ്യ ശ്രദ്ധിക്കാറുണ്ടോ കഥാപാത്രങ്ങളൊക്കെ? മിക്കവാറും എല്ലാ സിനിമകളും കാണാം. ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും നർത്തകരും കൂടെയാണ്. അപ്പം അന്നൊക്കെ എന്തെങ്കിലും അങ്ങനെ നൃത്തത്തെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നൃത്തത്തെ കുറിച്ചുള്ള സംസാരം, പിന്നെ പ്രോഗ്രാംസും ചെയ്യാറുണ്ടായിരുന്നു. ഈ നമ്മുടെ സംഘടനയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാറുണ്ടായിരുന്നു. ഗൾഫ് ഷോയും രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസ് വന്നൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തോ. അപ്പൊ പ്രാക്ടീസ് മുടങ്ങരുത്. സെറ്റ് ഓഫ് പേരൻസിനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഡിസ്കഷൻസ് വരാറുണ്ടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് വിടും. പ്രാക്ടീസ് ഒന്നും അങ്ങനെ അന്നേരം ഒന്നും ഇല്ല. പക്ഷെ ഉണ്ടായിരുന്നു, നൃത്തം ഒരു മെയിൻ കോൺവെർസേഷൻ ആയിരുന്നു. ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പം എനിക്ക് ദിവ്യയുടെ പാരൻസിൻ്റെ കാര്യം പറയാതിരിക്കാനേ വയ്യ. കാരണം എല്ലാ കാര്യത്തിലും അതിപ്പോൾ എനിക്ക് ഈ കാലഘട്ടത്തിലൊക്കെ പോലും കുട്ടികൾ സിനിമയിലേക്ക് വന്ന പിന്നെ പഠിത്തം അതങ്ങനെ തുടർന്ന് പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത്, അത്രയും സിനിമകൾ ചെയ്യുന്ന സമയത്ത് ദിവ്യ ഒരിക്കൽ പോലും ഒരു പരീക്ഷയും മുടക്കിയിട്ടില്ല. അത് അച്ഛനും അമ്മയും തന്നെ. അതുപോലെ ഡാൻസ് പ്രാക്ടീസും ഇല്ലേ. ഇപ്പൊ സിനിമയിലേക്ക് വന്ന് നമ്മളൊരു സ്റ്റാർ ആണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നവർ പൊതുവേ കുറവാണ്.
പക്ഷേ അത് ഇന്ന് ദിവ്യക്ക് ജീവിതത്തിൽ ഒരു വലിയ അതെ, തീർച്ചയായിട്ടും. അത് നമ്മളുടെ ആ ഒരു എന്താ പറയുക ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ഡാൻസിലാണെങ്കിലും കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം കുറച്ച് ലൈറ്റായിട്ട് ശരിക്കും അന്ന് ദിവ്യയിലെ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടോ അഭിനയിക്കുന്നു, വന്ന് പരീക്ഷ എഴുതുന്നു, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വിഷമം അന്ന് തോന്നിയിരുന്നോ? ഇല്ല, അത് ആ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആർട്ടിന്റെ ക്വാളിറ്റി എപ്പോഴും അതൊരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മൾ വി ഹാവ് ടു ഡെലിവർ ദ ബെസ്റ്റ് എന്നുള്ള ഒരു അത് ഇന്നൊക്കെ അതൊരു സ്ട്രെസ് ആണോ എന്ന് പലരും ചോദിക്കും. പക്ഷെ അല്ല, അതിനുള്ളൊരു ത്വരയായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് അത് മേ ബി അങ്ങനെ ഇനിഷ്യലി വയേർഡ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് തന്നെ പ്രാക്ടീസ് ചെയ്യാണ്ട് പോയാലോ, അല്ലെങ്കിൽ ഷൂട്ട് ഉണ്ട്, അയ്യോ ഒന്ന് ലൈറ്റായിട്ട് എടുത്താലും നമുക്ക് അതൊരു ഗിൽറ്റാണ്. അപ്പം അത് അങ്ങനെ ആയി വന്നതായിരിക്കണം. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഡാൻസർക്ക് നല്ലൊരു ആക്ടർ ആവാൻ കഴിയും. പക്ഷേ നല്ലൊരു ആക്ടർ മികച്ചൊരു ഡാൻസറും കൂടെ ആകുന്നത് വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ദിവ്യക്ക്? അല്ല, ഡാൻസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് ഇപ്പം ചിലപ്പോൾ കേൾക്കുമ്പം അയ്യോ ആക്ടർ നല്ല ഡാൻസർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്യുവർലി ക്ലാസിക്കൽ ഡാൻസിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് എന്ത് തരം ഡാൻസ് ആണെങ്കിലും എന്ത് തരം മൂവ്സ് ആണെങ്കിലും ഡാൻസിന് മാത്രമല്ല, ഇത് ഈവൻ ഫൈറ്റ്സിനും ബാധകമാണ്. നമ്മൾ എത്ര സമയം അത് ചെയ്യുന്നു അതിൻ്റെ ആ ഒരു ഫിനിഷ് എന്ന് പറയില്ലേ, അത് ചെയ്താൽ സമയം ഇട്ടാൽ തന്നെ വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ഈ ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ അതിനൊക്കെ അവരൊരു ഡാൻസ് റിഹേഴ്സൽ ക്യാമ്പ് തന്നെ വച്ച് അവരൊരു 100 തവണയെങ്കിലും ചെയ്തതിന് ശേഷമാണ് അത് ഒരു ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഫൈറ്റും അങ്ങനെ നമ്മൾ എന്താ റോളോ അതിനുള്ള എന്തൊക്കെ ആ ഒരു കൊറിയോഗ്രാഫി ഫൈറ്റിലുമുണ്ട്. അതും പ്രാക്ടീസ് ചെയ്താൽ തന്നെ വരുള്ളൂ. ഇപ്പം നൃത്തത്തിൽ അഭിനയമുണ്ട്. അപ്പൊ നൃത്തത്തിലെ അഭിനയവും മറ്റേ സ്ക്രീനിലേക്ക് വരും. പ്രത്യേകിച്ച് നർത്തകർക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ കണ്ണൊക്കെ കുറച്ചുകൂടെ ഒന്ന് അല്ലെ വിടർത്തിയെടുക്കും, കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യും. അപ്പൊ ഈ രണ്ട് അഭിനയങ്ങൾ തമ്മിൽ ദിവ്യ എന്നിപ്പോ നർത്തകിയുമാണ്, അഭിനേത്രിയാണ്, എന്ത് വ്യത്യാസമാണ് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ തൊട്ട് 50ാമത്തെ റോയിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് വരെ നമ്മുടെ കണ്ണും മുദ്രയും ഭാവവും എത്തണ്ടേ? തീർച്ചയായും. അപ്പൊ അതൊരു അവയർനെസ്സിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. മറ്റത് നമ്മളിപ്പോ ഒരു റിയാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത്ര അടുത്ത് ക്യാമറയല്ലേ, അതും ആ ഒരു അവയർനെസ്സിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റത്തിന് തന്നെ അറിയാം എവിടെയാണ് സട്ടിൽ ആവേണ്ടത്, എവിടെയാണ്. ഡാൻസ് പഠിച്ചത് കൊണ്ട് ആക്ടിങ് സ്ക്രീനിൽ ലൗഡ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.